വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ അമ്മ കണ്ട നിമിഷം. വളരെ വൈകാരികമായിരുന്നു ആ കൂടിക്കാഴ്ച. സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മയ്ക്കൊപ്പം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫയും ദുഹയും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമും ഉണ്ടായിരുന്നു. 12 വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ ഏറെ വൈകാരികമായിരുന്നു. അമ്മയ്ക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും ജയിൽ അധികൃതർ നിമിഷപ്രിയയ്ക്ക് അനുമതി നൽകി. 2012 മകളെ പ്രേമകുമാരി ഒടുവിൽ കണ്ടത്. ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 11 മണിയോടെയാണ് ഏതനിൽ നിന്ന് പ്രേമകുമാരി സനയിലെത്തിയത്. സാമുവൽ ജെറോം വഴിയാണ് ജയിൽ അധികൃതർക്ക് നിമിഷപ്രിയയെ കാണാൻ അപേക്ഷ നൽകിയത്. 2017 ജൂലൈ 25 യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്നതായിരുന്നു യുവാവ്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. യുവാവിൽ നിന്ന് ക്രൂര പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിൻ്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് യുവാവിനെ മരണത്തിലേക്ക് നയിച്ചത്. മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച യമൻ സ്വദേശിനിയായ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ. 2012 തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ചത്. അപ്പോഴും നിമിഷപ്രിയ യമനിൽ നഴ്സായിരുന്നു. വിവാഹശേഷം അവിടെ വെച്ചാണ് മകൾ മിഷേൽ ജനിച്ചത്. മകളെ നോക്കാനായി ടോമി ജോലി രാജിവെച്ചു. അപ്പോഴേക്കും യമനിലെ ആ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ശമ്പളം കൂടുതലുള്ള മറ്റൊരു ക്ലിനിക്കിലേക്ക് നിമിഷപ്രിയ മാറിയിരുന്നു. കാര്യമായ സാമ്പത്തിക ലാഭം ഇല്ലാതെ വന്നതോടെ കുടുംബം നാട്ടിലേക്ക് മടങ്ങി. പിന്നീടാണ് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. ആ ലക്ഷ്യത്തോടെ വീണ്ടും നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങി. അധികം വൈകാതെ യമനിലേക്ക് പോകാനായിരുന്നു ടോമിയുടെ പ്ലാൻ. എന്നാൽ യമനിലെ യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി. ക്ലിനിക്ക് തുടങ്ങാൻ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം നിമിഷപ്രിയ മാറ്റിവെച്ചു. യമനിൽ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ സ്വദേശിയുടെ ലൈസൻസ് വേണം. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരാളെ കിട്ടി. ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിയിരുന്ന തലാൽ അബ്ദുൽ മഹ്ദി ആയിരുന്നു അത്. ഗർഭിണിയായ ഭാര്യയുടെ ചികിത്സയ്ക്കായി നിരന്തരം ക്ലിനിക്കിൽ വരാറുണ്ടായിരുന്നു അയാൾ. അതിനാൽ നിമിഷപ്രിയയ്ക്ക് തലാലിനെ പരിചയമുണ്ട്. തലാൽ കൂടെ നിൽക്കുമെന്നും ജീവിതം പച്ചപിടിക്കുമെന്നും ടോമിയും നിമിഷയും കരുതി. ക്ലിനിക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയ ശേഷം നിമിഷ നാട്ടിലേക്ക് വിമാന ടിക്കറ്റ് എടുത്തു. കേരളം കാണണമെന്ന് തലാൽ പറഞ്ഞതോടെ അയാളെയും കൂട്ടി ലോഡ്ജിൽ തലാലിന് താമസമൊരുക്കി കേരളമാകെ കാണിച്ചു കൊടുത്തു. നല്ല പെരുമാറ്റമായതിനാൽ വിശ്വസിക്കാവുന്ന ആളാണ് തലാലെന്ന് എല്ലാവരും കരുതി. അൽ-അമൽ മെഡിക്കൽ ക്ലിനിക് എന്ന പേരിലാണ് ക്ലിനിക്ക് തുടങ്ങിയത്. ഗവൺമെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമെന്നതിനാൽ 6 മാസം തലാലിനെ ശമ്പളത്തോടു കൂടി ക്ലിനിക്കിൽ നിയമിച്ചു. മുമ്പ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ ഉടമ അതിനിടെ നിമിഷയ്ക്കെതിരെ രംഗത്തെത്തി. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ക്ലിനിക്കിൻ്റെ ഉടമസ്ഥാവകാശം 33% തലാലിനും ബാക്കി നിമിഷയുടെ പേരിലുമായി കരാർ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ 60% അയാൾ സ്വന്തം പേരിലാക്കി. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ മാന്യമായി ഇടപെട്ടിരുന്ന തലാലിൻ്റെ സ്വഭാവം പതുക്കെയാണ് മാറാൻ തുടങ്ങിയത്. നിമിഷ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി. ക്ലിനിക്കിലെ വരുമാനവും നിമിഷയുടെ സ്വർണ്ണാഭരണങ്ങളും സ്വന്തമാക്കി പാസ്പോർട്ട് പിടിച്ചുവെച്ചു. പരാതി നൽകിയ നിമിഷയെ തലാൽ മർദ്ദിച്ചവശയാക്കി. ഒരിക്കൽ കത്തിയെടുത്ത് അവളുടെ കയ്യിൽ കുത്തി മുറിവേൽപ്പിച്ചു. നിമിഷ കേസ് കൊടുത്തതിൻ്റെ പേരിൽ തലാലിനെ പലതവണ ജയിലിലടച്ചു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ കഥ മാറി. നിമിഷയുടെയും ടോമിയുടെയും വിവാഹ ആൽബത്തിൽ നിന്നെടുത്ത ഫോട്ടോകൾ എഡിറ്റ് ചെയ്ത് നിമിഷയുടെയും തലാലിൻ്റെയും വിവാഹ ഫോട്ടോയാക്കി മാറ്റിയെടുത്തിരുന്നു. ഇന്ത്യയിൽ വെച്ച് വിവാഹിതരായെന്ന അറബിക് ഭാഷയിലുള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കി. നിമിഷ ഇതെല്ലാം നിഷേധിച്ചെങ്കിലും കോടതിയിൽ വില പോയില്ല. നിയമം അവിടുത്തെ പൗരന് അനുകൂലമായിരുന്നു. തലാലിൻ്റെ കെണിയിൽ കുടുങ്ങിയതോടെ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ തീർക്കാനായിരുന്നു നിമിഷയുടെ ശ്രമം. ക്ലിനിക്കിലെ ഹനാൻ എന്ന യമൻകാരി നഴ്സിന് സത്യാവസ്ഥ മനസ്സിലായി. ഹനാനും തലാലിൻ്റെ മർദ്ദനമേറ്റിരുന്നു. ഭർത്താവെന്ന നിലയിലുള്ള ആവശ്യങ്ങൾ നിമിഷ നടത്തിക്കൊടുക്കുന്നില്ലെന്ന് തലാൽ കേസ് കൊടുത്തപ്പോഴേക്കും അയാൾക്ക് അനുകൂലമായാണ് കോടതി വിധിച്ചത്. ഉടനെ വിവാഹമോചനത്തിന് നിമിഷ കേസ് കൊടുത്തു. അപ്പോഴാകട്ടെ ഹർജിയിൽ തലാൽ ഒപ്പിട്ടുമില്ല. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തണം. ഞാൻ വന്ന് ഭീഷണിപ്പെടുത്തി വിവാഹമോചന രേഖയിൽ ഒപ്പിടിയിക്കാം. പാസ്പോർട്ടും തിരികെ വാങ്ങാം, ജയിൽ വാർഡൻ നിമിഷയോട് പറഞ്ഞു. നഴ്സ് ഹനാനും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. 2017 ജയിലിൽ നിന്ന് തിരികെ എത്തിയ തലാൽ യൂറിനറി ഇൻഫെക്ഷന് മരുന്ന് ആവശ്യപ്പെട്ടു. മയങ്ങാനുള്ള മരുന്നാണ് പകരമായി കുത്തിവെച്ചത്. ലഹരി ഉപയോഗിക്കുന്ന ആളായതിനാലാകണം മയക്കുമരുന്നേറ്റില്ല. രണ്ടാമതും മരുന്ന് നൽകിയപ്പോൾ പാർശ്വഫലം മൂലം അയാൾ മരിച്ചു. ഇത് കണ്ട് ഭയന്ന് ഉറക്കഗുളിക കഴിച്ചെന്നാണ് നിമിഷ പറയുന്നത്. മൃതദേഹം ഒളിപ്പിക്കാൻ ഹനാൻ കണ്ടെത്തിയ മാർഗമാണ് കഷ്ണങ്ങളാക്കി കവറിലാക്കുക എന്നത്. അത് വാട്ടർ ടാങ്കിൽ ഇട്ടതും ഹനാനാണ്. മയക്കം വീട്ടുണർന്ന നിമിഷ ഹനാൻ്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു. 1 മാസത്തിന് ശേഷം പോലീസ് പിടിയിലായി. കേസിൽ വിധി വന്നപ്പോൾ നിമിഷയ്ക്ക് വധശിക്ഷ, ഹനാന് ജീവപര്യന്തം. മറ്റൊരു പ്രതിയായ ജയിൽ വാർഡൻ കേസിൽ പെട്ടതുമില്ല.
ജയിലിൽ നഴ്സായി നിമിഷ ജോലി ചെയ്തിരുന്നു. ഈ സേവനത്തിൻ്റെ പേരിലാണ് ഫോൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തത്. അങ്ങനെയാണ് വീട്ടുകാർ നിമിഷയുടെ സങ്കടം കൂടുതൽ അറിഞ്ഞത്. വിചാരണയ്ക്ക് ശേഷം 2018 കോടതി വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതി 2020 ശിക്ഷ ശരിവെച്ചു. നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകി. നിമിഷപ്രിയ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പീൽ 3-അംഗ ബെഞ്ച് 2022 മാർച്ചിൽ തള്ളി. യമനിലെ സുപ്രീം കോടതിയും നിമിഷപ്രിയയുടെ അപ്പീൽ 2023 തള്ളിക്കളഞ്ഞു. ഇനി വധശിക്ഷ ഒഴിവാക്കാൻ യമൻ രാഷ്ട്രത്തലവന് മാത്രമേ കഴിയൂ. എന്നാൽ യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷായിളവ് ലഭിക്കും. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും 50 ലക്ഷം യമൻ റിയാൽ, അതായത് ഏകദേശം 1.5 കോടി രൂപ ദയാധനം നൽകേണ്ടി വരുമെന്നും ജയിലധികൃതർ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ജയശങ്കറും സഹമന്ത്രി വി മുരളീധരനും ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി. നിമിഷയുടെ മോചനത്തിനുള്ള കാര്യങ്ങളിൽ എംബസിയുടെ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സനയിലെ സന്നദ്ധ പ്രവർത്തകനും തമിഴ്നാട് സ്വദേശിയുമായ സാമുവൽ ജെറാം, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് നിമിഷയുടെ മോചനത്തിനായി മുൻനിരയിലുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുറമെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, പാണക്കാട് കുടുംബം തുടങ്ങിയവരുടെ സഹായവും തേടിയിരുന്നു.